കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ കലോത്സവ വേദികൾ ചിലർക്ക് ചില ഓർമ്മ പുതുക്കൽ കൂടിയാണ്. അങ്ങനെ ചില ഓർമ്മ പുതുക്കലിനായി എത്തിയ ഒരാളെയാണ് നമ്മളിനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആസ്വദിക്കാനായിട്ട് കലോത്സവം ആസ്വദിക്കാനെത്തിയ രഹിത കൃഷ്ണദാസ് എന്നുള്ള കുട്ടി കലാമണ്ഡലം കൃഷ്ണദാസിൻ്റെ മകളാണ്. 2017 മുതൽ 19 വരെ കലോത്സവങ്ങളിൽ മത്സരിക്കുകയും എ ഗ്രേഡൊക്കെ സ്വന്തമാക്കുകയും ചെയ്ത ഒരു കലാകാരിയാണ്. അപ്പോൾ ആ കലാകാരിയുമായി നമ്മുടെ ഒരു ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കണ്ടിട്ട് തിരിച്ചു. തായമ്പകയുടെ വേദിയിലെത്തിയപ്പോഴാണ് വളരെ ആസ്വദിച്ച് തായമ്പക കേൾക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത്. കൂടുതൽ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ആള് ചില്ലറകാരിയല്ല. കലാമണ്ഡലം കൃഷ്ണദാസിൻ്റെ മകൾ രഹിതയാണ്. തുടർച്ചയായി 5 വർഷം എ ഗ്രേഡ് തായമ്പകയിൽ ലഭിച്ച കുട്ടിയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു തായമ്പകയ്ക്ക് കുട്ടികളുടെയൊക്കെ പ്രകടനം എങ്ങനെയുണ്ട്? വളരെ സന്തോഷമുണ്ട്. ഇവിടെയൊക്കെ വന്നപ്പോൾ കുട്ടികളുടെ തായമ്പക കണ്ടപ്പോൾ അന്ന് ഞാൻ മത്സരത്തിന് പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് അറിയാൻ സാധിച്ചു. പിന്നെ അന്നത്തെ ഒരു നൊസ്റ്റാൾജിയ ആ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് പ്രാക്ടീസിന് പോണതും ഇവിടെ വന്ന് റിസൾട്ടിൻ്റെ സമയത്ത് ടെൻഷൻ ആവുന്നതും ആ ഒരു ഫീൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ശരിക്കും ഏതൊക്കെ വർഷമാണ് എ ഗ്രേഡ് ലഭിച്ചത്? ഞാൻ 2015 തൊട്ട് 19 വരെ 17-ലും 19-ലും 17, 18, 19 എനിക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. തുടർച്ചയായി 5 വർഷം. ഇപ്പോഴും ഈ ചെണ്ട പ്രാക്ടീസിംഗ് ഉണ്ടോ? ഞാൻ പരിപാടികൾക്ക് പോകാറുണ്ട്. ഞാൻ 16 വർഷമായി ചെണ്ട പഠിക്കുന്നു. ഇപ്പോഴും പരിപാടികൾക്ക് പോകാറുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് പോകാറുണ്ട്. ചെണ്ടയിലെ എല്ലാ തായമ്പക മേളമെല്ലാം തായമ്പക മേളം കേളി ഇപ്പോൾ കഥകളിക്കൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് ശരിക്കും ഭാവിയിലേക്ക് ഈ ഒരു മത്സരരംഗത്തേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെണ്ട ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ തന്നെയാണോ? അതെ, എനിക്ക് വളരെ താല്പര്യമാണ്. എൻ്റെ താല്പര്യം കണ്ടിട്ടാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചതും. അപ്പോൾ ഇനിയും പ്രോഗ്രാമുകൾക്ക് പോകണം, ഇനിയും കൂടുതൽ പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കലാമണ്ഡലം കൃഷ്ണദാസ് നമുക്കറിയാം പ്രഗത്ഭനായ ചെണ്ട വാദ്യമേളക്കാരനാണ്. അപ്പോൾ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചത്. പഠിത്തത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അമ്മ കൂടെ നിൽക്കാറുണ്ട്. ഈ ചെണ്ട പഠിക്കുന്ന കാര്യത്തിലും ഫുൾ സപ്പോർട്ട് അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛൻ പെൺകുട്ടിയാണ് എന്ന രീതിയിൽ ആദ്യം ഒരു ഇതുണ്ടായിരുന്നു. അച്ഛന് താല്പര്യമില്ലായിരുന്നു. അച്ഛൻ അത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് എൻ്റെ താല്പര്യം കണ്ട് അച്ഛൻ പഠിപ്പിച്ചു, കൂടുതൽ പരിപാടികൾക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ 16 വർഷം ഇവിടെ എത്തിയത്. ഈ അന്നത്തെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്താണല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ ഒരു സമയമാകുമ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് കുട്ടികളുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ തായമ്പകയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്? ഞാൻ തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസിനെ റെപ്രസെൻ്റ് ചെയ്തായിരുന്നു ഞാൻ മത്സരിച്ചിരുന്നത്. അപ്പോൾ സബ് ജില്ലയിലും ഒക്കെ വരുമ്പോൾ തായമ്പക എന്നത് ആർക്കും അറിയില്ലായിരുന്നു. ഈ തായമ്പക എന്താണ് സംഭവം എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ശിങ്കാരി മേളവും ഇവിടുത്തെ തെക്കൻ രീതിയിലുള്ള മേളങ്ങളും ഒക്കെയാണ് തായമ്പക എന്ന ഒരു കാറ്റഗറിയിൽ കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിലിപ്പോൾ നല്ലൊരു വ്യത്യാസം വന്നതായി എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും തന്നെ ഇപ്പോൾ തായമ്പക പഠിച്ച് തെക്കൻ സ്ഥലങ്ങളിലാണെങ്കിലും തായമ്പക അവർ അതിൻ്റെ അടിസ്ഥാനം തൊട്ട് പഠിച്ച് ഇവിടെ മത്സരിക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് വെറുതെ കാണാനായിട്ട് വന്നതാണോ? അതെ, എനിക്ക് ആ ഒരു ഇത്രയും വർഷമായിട്ട് ഞാൻ കഴിഞ്ഞ പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ കാണാൻ വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അത് വന്ന് കണ്ടില്ലെങ്കിൽ ഒരു കുറവായി പോകുമെന്ന് തോന്നി. കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള വലിയ പ്രഗത്ഭരായ കലാസ്വാദകരൊക്കെയാണ് ഈ കലോത്സവ വേദിയിലേക്ക്, പ്രത്യേകിച്ചും ചെണ്ടമേളത്തിൻ്റെ വേദിയിലേക്കൊക്കെ എത്തുന്നത് എന്നുള്ളതാണ്. ഇനിയും കൂടുതൽ കുട്ടികളും അതുപോലെ തന്നെ ഈ ഒരു കലാസ്വാദകരൊക്കെ എത്തട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ക്യാമറമാൻ അമർജിത്തിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.